ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. മാത്സ് ഒക്കെ നന്നായി പഠനം നടക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ബേസിക് മാത്തമാറ്റിക്സിൽ നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ട്രിഗ്നോമെട്രി ആയിരുന്നു അല്ലെ? ട്രിഗ്നോമെട്രിയുടെ രണ്ട് പാർട്ടുകൾ നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ലാസ്റ്റ് പാർട്ടായ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടില് നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസും അതേപോലെ സം ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഒരു ടേബിള് നമുക്ക് പഠിക്കാനുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഓൾറെഡി ട്രിഗ്നോമെട്രി എന്താണെന്നും അല്ലെ, പൈതഗോറിയൻ തിയറം എന്താണെന്നും അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ട്രിഗ്നോമെട്രിയുടെ പാർട്ട് 1 തൊട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം പാർട്ട് 2 കണ്ടതിന് ശേഷം പാർട്ട് 3യിലേക്ക് വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ജസ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഈ റേഷ്യോസ്, ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ കൂടെ അതിന്റെ കൂടെ കുറച്ച് റെസിപ്രോക്കൽ റേഷ്യോസും കൂടി ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതൊരു ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം, നമ്മൾ ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മൾ പഠിച്ചിരുന്നു. സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ടാൻ തീറ്റയ്ക്കുമുള്ള ഇക്വേഷൻസ് അല്ലെ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതേപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെന്ന് നമ്മൾ പഠിച്ചത്. ഇത് മൂന്നും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കൊസീക് തീറ്റയ്ക്കും സീക് തീറ്റയ്ക്കും കോഡ് തീറ്റയ്ക്കും ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് ഈ കൊസീക് തീറ്റ എന്നത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അതേപോലെ സീക് തീറ്റ എന്നത് കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. അതായത് ഇപ്പൊ കൊസീക് തീറ്റ എന്ന് പറയുന്നത് SOCEC കൊസീക് തീറ്റ അല്ലെ? 1 സൈൻ തീറ്റ എന്ന് നമുക്ക് അതല്ല, റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 ഫോമിൽ എഴുതുന്നല്ലേ? 1 സൈൻ തീറ്റ എന്ന് എഴുതാം. അതേപോലെ സീക് തീറ്റ എന്ന് പറയുന്നത് 1 കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ കോഡ് തീറ്റ എന്ന് പറയുന്നത് 1 ടാൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയും കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസിന്റെ കൂടെ അതേപോലെ ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ കൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് നമുക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്താണ് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. അതായത് നമ്മൾ ഇപ്പൊ ആംഗിൾസ് സാധാരണയായിട്ട് എന്താണ് കോമൺലി നമ്മൾ ട്രിഗ്നോമെട്രി ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരാറുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി വരും, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് വരാറുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം സൈൻ വാല്യൂ എത്രയാണ്, കോസ് വാല്യൂ എത്രയാണ്, ടാൻ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പഠിച്ചു വെക്കുക. അപ്പൊ ഈ വാല്യൂ വെച്ചുകൊണ്ട്, ഈ സൈൻ കോസ് ടാൻ, ഈ 3 വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെയൊക്കെ ഇത് ബാക്കി നമ്മൾ പറഞ്ഞു, കൊസീക് തീറ്റ, സീക് തീറ്റ, കോഡ് തീറ്റ അല്ലെ? അവരെല്ലാം എന്താണ്? ഇവരുടെയൊക്കെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3 ആൾക്കാരുടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ 3 ആൾക്കാർക്ക് ഈ ഓരോ ആംഗിളും കൊടുക്കുന്ന വാല്യൂസ് എത്രയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആവശ്യം വരും. അതേപോലെ തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യം വരും. അപ്പൊ നമുക്ക് ജസ്റ്റ് ടേബിൾ ഒന്ന് പരിചയപ്പെടാം. ഏത് തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. 0 1 0 അല്ലെ? സൈൻ കോസ് ടാൻ എന്ന ഓർഡറിലാണ് നമ്മൾ എഴുതുക. അപ്പൊ എന്താണ്? 0 1 0. അപ്പൊ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്, കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്, ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഇത് മൂന്നും ഡിഫറെന്റ് വാല്യൂസ് ആണ് അല്ലെ? മൂന്നും ഡിഫറെന്റ് വാല്യൂസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. ഇനി 45ന്റെ കാര്യം വരുമ്പോൾ നോക്കുക, അത് പഠിക്കാൻ ഈസിയാണ്. സൈൻ തീറ്റ, സൈൻ 45ഉം കോസ് 45ഉം സെയിം വാല്യൂ ആണ്. അത് 1/√2 ആണ്. ഇനി ടാൻ 45ലേക്ക് വരുമ്പോൾ ആണ് ടാൻ 45 എന്ന് പറയുന്നത്
1 ആണ്. അപ്പൊ 1/√2 1/√2 1. ഈ 3 വാല്യൂസ് ആണ് 45ന്റെ കേസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി 60യിലേക്ക് വരികയാണെങ്കിൽ സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അതേപോലെ ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. പിന്നെ 90 ഡിഗ്രിയിൽ വരുമ്പോൾ സൈൻ 90 1 ആണ്. കോസ് 90 0 ആണ്. ടാൻ 90 നോട്ട് ഡിഫൈൻ, ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട, എളുപ്പമായി അല്ലെ. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പൊ ഈ ടേബിളിൽ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം എന്താണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും അല്ലെ. ഒരേപോലെ ഉള്ളത് തമ്മിൽ അടുപ്പിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു പാഷൻ പോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഈ ഒരു രീതിയിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. നോക്ക്, സൈൻ 60 മൈനസ് കോസ് 30 ഡിവൈഡഡ് ബൈ ടാൻ 45. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയണം? സൈൻ 60 എത്രയാണെന്ന് അറിയണം, കോസ് 30 എത്രയാണെന്ന് അറിയണം, ടാൻ 45 എത്രയാണെന്ന് അറിയണം അല്ലെ. അപ്പൊ നമ്മള് സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ആ ടേബിളിൽ നമ്മൾക്ക് അറിയാം. കോസ് 30 എന്ന് പറയുന്നതും √3/2 ആണ്. അതേപോലെ ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് √3/2, അതായത് ഇവിടെ എന്ത് വരും? √3/2 മൈനസ് √3/2 ഡിവൈഡഡ് ബൈ 1 എന്നാണ് വരും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് 0 ആയി പോകും. 0/1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് വരും. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ 1 മാർക്കിനൊക്കെ ഇങ്ങനെ ചോദിക്കും, സൈൻ 60 എത്രയാണ്, അല്ലെങ്കിൽ ടാൻ 45 എത്രയാണ്, ആ രീതിയിൽ ചോദിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ എന്താണ് കുറച്ച് ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോ, അതിന്റെ റെസിപ്രോക്കല് ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലോ, ഒരു ടേബിളൊക്കെ കണ്ടു. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിൽ നിന്ന് തന്നെ നോക്കൂ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു √2. ഫൈൻഡ് തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും കൂടി ആഡ് ചെയ്തെന്നാൽ കിട്ടുന്നത് √2 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആംഗിൾ, ഈ ഒരു ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് √2 ആണെങ്കിൽ അപ്പൊ നമ്മൾ തീറ്റയ്ക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം അല്ലെ. ഒരു പർട്ടിക്കുലർ വാല്യൂ 2 തീറ്റയ്ക്ക് ഇട്ട് കൊടുത്താല് അത് √2 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ആൻസർ ശരിയാണ് അല്ലെ. നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഏത് വാല്യൂ ആണ് എടുക്കാൻ പറ്റുന്നത്? നമുക്ക് സൈൻ 45ന്റെ വാല്യൂ ഒന്ന് എടുത്ത് നോക്കാം. 45 എന്ന് പറയുന്നത് സൈൻ 45 1/√2 ആണ്. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ് അല്ലെ. അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം. നോക്കൂ, അപ്പൊ എങ്ങനെ വരും? സൈൻ 45 ആണ് എടുക്കുന്നതെങ്കിൽ സൈൻ അപ്പൊ 45 പ്ലസ് കോസ് 45 ഈക്വൽ ടു √2 എന്ന് നമുക്ക് കിട്ടണം അല്ലെ. നമുക്ക് നോക്കാൻ കിട്ടുന്നുണ്ടോന്ന്. നമുക്കറിയാം സൈൻ 45 എന്നത് 1/√2 ആണ്. അതേപോലെ കോസ് 45 എന്നത് 1/√2 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? ഇതിനെ ക്രോസ് ചെയ്യുമ്പം √2 പ്ലസ് √2 ബൈ √2 ഇൻറ്റു √2 അല്ലെ. ഇത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. അപ്പൊ √2 പ്ലസ് √2 എന്ന് പറയുന്നത് 2√2 ആണെന്ന് നമുക്കറിയാം. √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അവസാനം ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? √2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് സൈൻ 45 പ്ലസ് കോസ് 45 √2 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ 45 എന്നത് എന്താണ്? തീറ്റ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഈ തീറ്റയ്ക്ക് എന്ത് വാല്യൂ കൊടുത്തപ്പോഴാണ് √2 കിട്ടിയത്? 45 കൊടുത്തപ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു 45 എന്ന് പറയാം. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് പ്രതീക്ഷിക്കണം. അപ്പൊ ഇതിൽ നിന്ന് ട്രിഗ്നോമെട്രിയുടെ മെയിൻ ആയിട്ടുള്ള പഠിച്ചിരിക്കേണ്ടത് ഈ ടേബിൾ പഠിച്ചിരിക്കണം. അതേപോലെ ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മള് ട്രിഗ്നോമെട്രിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് നമുക്ക് ആവശ്യം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതേപോലെ പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ പ്രോബ്ലം വരുമ്പോൾ ഇതിപ്പോ സൈൻ റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആൻസർ കൊസീക് തീറ്റയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ സൈനും കൊസീക് തീറ്റയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ ഇത് ഓൾറെഡി ഇതിൽ മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് റെസിപ്രോക്കൽ ഐഡന്റിറ്റീസ്, ട്രിഗ്നോമെട്രിയിൽ യൂസ് ചെയ്യുന്ന റെസിപ്രോക്കൽ ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. എന്തൊക്കെയാണ്? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കൊസീക് തീറ്റ. അപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു 1 കൊസീക് തീറ്റയാണ്. കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് സീക് തീറ്റ. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു 1 സീക് തീറ്റ എന്ന് എഴുതാം. അതേപോലെ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കോഡ് തീറ്റ. അപ്പൊ നമുക്ക് എഴുതാം ടാൻ തീറ്റ ഈക്വൽ ടു 1 കോഡ് തീറ്റ. ഇത് നോക്കൂ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കൊസീക് തീറ്റയുടെ ഇക്വേഷനും എഴുതാം, സീക് തീറ്റയുടെ ഇക്വേഷനും എഴുതാം അല്ലെ. 1 കൊസീക് തീറ്റയാണ് സൈൻ തീറ്റ അല്ലെ. അപ്പൊ കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ തിരിച്ചും എഴുതാൻ പറ്റും. ഇനി കൊസീക് തീറ്റ ഈക്വൽ ടു 1 സൈൻ തീറ്റ, അതായത് ഇതിന്റെ ഈ റെസിപ്രോസിറ്റിയുടെ നേരെ തിരിച്ച് നമ്മൾ എഴുതുവാണ്. സീക് തീറ്റ എന്ന് പറയുന്നത് 1 കോസ് തീറ്റയാണ്. കോഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ടാൻ തീറ്റയാണ്. അപ്പൊ ഇത്രയും ഈ മൂന്നെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതൊരു വലിയ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് ഒരുപാട് പഠിക്കണമല്ലോ എന്ന് വിചാരിക്കാനില്ല. ആദ്യത്തെ മൂന്നെണ്ണം പഠിച്ചു വെക്കുക. അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിട്ട് അടുത്തത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് റെസിപ്രോക്കൽ ഐഡന്റിറ്റീസ്. ട്രിഗ്നോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിപ്രോക്കൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് ഇവരെല്ലാമാണ്. ഇനി നമുക്ക് നോക്കാം, കുറച്ച് കോയിഷ്യന്റ് ഐഡന്റിറ്റീസ് ഉണ്ട്. കോയിഷ്യന്റ് ഐഡന്റിറ്റീസ് അതായത് എങ്ങനെയാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിഞ്ഞു വരുന്നത് അല്ലെ. ഇപ്പൊ നോക്കൂ, ടാൻ തീറ്റ, ടാൻ തീറ്റ നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതുക. അപ്പൊ ടാൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അതുകൊണ്ടാണ് ഇതിനെ കോയിഷ്യന്റ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് അല്ലെ. ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് ഓർത്തിരിക്കുക. കോഡ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെന്നും ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് ഓർത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് എന്തായിരുന്നു? നമ്മൾ പൈതഗോറിയൻ തിയറം വെച്ചിട്ടും നമ്മൾ എന്താണ് അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നു അല്ലെ. എന്താണ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നത് ഒരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റ് രണ്ട് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ ആയിരിക്കും. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ ആയിരിക്കും. അതേപോലെ 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് തുല്യമായിരിക്കും. 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ ഈ മൂന്ന് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഇക്വേഷൻ എഴുതാം, കോസ് സ്ക്വയർ തീറ്റയ്ക്കും ഇക്വേഷൻ എഴുതാം അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. അതേപോലെ ഈ ഇക്വേഷനിൽ നിന്നും എന്താണ് ടാൻ സ്ക്വയർ തീറ്റയ്ക്കും സിക്സ് സ്ക്വയർ തീറ്റയ്ക്കും ഇക്വേഷൻ എഴുതാം, കോഡ് സ്ക്വയർ തീറ്റയ്ക്കും കൊസീക് സ്ക്വയർ തീറ്റയ്ക്കും നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പൊ ഈ മൂന്ന് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസും പഠിച്ചു വെക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ പഠിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അത് ഏതെങ്കിലും പ്രോബ്ലത്തിൽ നമുക്കിങ്ങനെ സൈൻ 90 മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ കോസ് 90 മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ സൈൻ തീറ്റ എന്ന് എഴുതാം. ടാൻ 90 മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ കോഡ് തീറ്റ എന്ന് എഴുതാം. കോട്ട് 90 മൈനസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ ടാൻ തീറ്റ എന്നും എഴുതാം. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ്ഡ്, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളൊരു ആ ഒരു ടേബിൾ നിങ്ങൾ കുറച്ചൊരു ഈസി ആയി ഓർത്തിരിക്കുക എന്ന് പറയാലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റിയ രീതിയിൽ ഞാനൊരു കുറച്ച് വാല്യൂസ് എടുത്തിട്ടതാണ്. നമ്മളിത് ഫ്രീക്വന്റ്ലി നമുക്ക് യൂസ് ചെയ്യേണ്ടതായി വരുന്ന വാല്യൂസ് ആണ്. സൈൻ 30യുടെയും കോസ് 60യുടെയും വാല്യൂ 1/2 ആയിരിക്കും അല്ലെ. അതേപോലെ സൈൻ 45ന്റെയും കോസ് 45ന്റെയും വാല്യൂ 1/√2 ആയിരിക്കും. ടാൻ 45ന്റെ വാല്യൂ 1 ആയിരിക്കും. അതേപോലെ ടാൻ 60യും ടാൻ 30യും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടാൻ 60 √3 ആണ്, ടാൻ 30 1/√3 ആണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ടേബിളിൽ തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഇട്ട് തന്നേ ഉള്ളൂ.
നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലത്തിലേക്ക് പോകും. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്? സൈൻ 30 പ്ലസ് കോസ് 60 എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പൊ സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ് അല്ലെ? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അതേപോലെ കോസ് 60 എത്രയാണ്? അതും 1/2 ആണ്. അപ്പൊ നമുക്ക് സൈൻ 30 പ്ലസ് കോസ് 60 എന്ന് പറയുമ്പം 1/2 പ്ലസ് 1/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ സൈൻ 30 പ്ലസ് കോസ് 60 എന്ന് പറഞ്ഞാല് അത് 1 ആയിരിക്കും അല്ലെ? ഇനി നമുക്ക് ഫൈൻഡ് ടാൻ 45 ഇൻറ്റു കോട്ട് 45. ടാൻ 45ന്റെയും കോട്ട് 45ന്റെയും വാല്യൂ നമ്മൾ ഓൾറെഡി ടേബിളിൽ നിന്ന് കണ്ടിരുന്നു അല്ലെ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടാൻ 45ഉം ടാൻ 45 1 ആണ്. അപ്പൊ കോട്ട് 45 എന്തായിരിക്കും? ടാനിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലെ? അപ്പൊ അതും 1/1 എന്ന് പറയുമ്പോൾ അതും 1 തന്നെ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 1 ആയിരിക്കും അല്ലെ? 1 ഇൻറ്റു 1 ഈക്വൽ ടു, അതും അതിന്റെ ആൻസറും 1 തന്നെയായിരിക്കും. ഇപ്പൊ ടാൻ 45 ഇൻറ്റു കോട്ട് 45 എന്നത് 1 ആയിരിക്കും. ഇനി നോക്കൂ, പ്രൂവ് ദാറ്റ് സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ഈക്വൽ ടു 1. സൈൻ തീറ്റയും കൊസീക് തീറ്റയും തമ്മിൽ ഗുണിക്കുമ്പോൾ 1 കിട്ടണമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഒരു റെസിപ്രോക്കൽ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin തീറ്റ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? സൈൻ തീറ്റ ഇൻറ്റു 1/sin തീറ്റ. അതായത് ഈ കൊസീക് തീറ്റനെ നമ്മൾ 1/sin തീറ്റ ആയിട്ട് എഴുതി. അപ്പൊ ഈ സൈൻ തീറ്റയും ഈ സൈൻ തീറ്റയും തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. റിമൈനിങ് ഇവിടെ 1 ആണുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് പറയാം എന്ത്? സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തൊരു പ്രോബ്ലം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 45. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ സൈൻ 45 എത്രയാണ്? കോസ് 45 എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 1/√2 ആണ് രണ്ടിന്റെയും വാല്യൂ. സൈൻ 45 എന്നാൽ 1/√2 ആണ് അല്ലെ? സൈൻ 45 എന്നാൽ 1/√2 ആണ്. കോസ് 45 എന്നാലും 1/√2 ആണ്. ഇവിടെ എന്താ വേണ്ടത്? സൈൻ സ്ക്വയർ 45. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കണം അല്ലെ? ബൈ കോസ് സ്ക്വയർ 45 അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ 1/√2ന്റെ സ്ക്വയർ എടുക്കുമ്പോ എങ്ങനെ കിട്ടും? 1/2 അല്ലെ? 1/2 പ്ലസ് √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 2 അല്ലേ? അതേപോലെ 1/2 1/2 പ്ലസ് 1/2 എന്നാണ് കിട്ടുക. അപ്പൊ എന്താണ്? 1/2ഉം 1/2ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? ഹാഫ്. രണ്ട് ഹാഫ് അല്ലെ? അത് രണ്ടും കൂടി ആഡ് ചെയ്താല് 1 ആയിരിക്കും. ഇപ്പൊ സൈൻ സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 45 എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം. ടാൻ 60 ഇൻറ്റു ടാൻ 30. ടാൻ 60 ഇൻറ്റു ടാൻ 30. നമുക്കറിയാം ടാൻ 60 എത്രയായിരുന്നു? ടാൻ 60 എന്നത് √3യും ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ √3 ഇൻറ്റു 1/√3 എന്നാണ് വരിക അല്ലെ? ടാൻ 60 √3 ആണ്, ടാൻ 30 1/√3 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? അവ തമ്മിൽ ക്യാൻസൽ ആകും. റിമൈനിങ് ഏകദേശം ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം 1 തന്നെയായിരിക്കും. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 2 മുകളിലേക്ക് പോകുന്നത് വളരെ കുറവാണ് കേട്ടോ. മിക്കവാറും 1 തന്നെയായിരിക്കും ആൻസർ. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞത് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ കയറി 1 എന്ന് എഴുതി വെക്കരുത്. നമ്മൾ ടേബിളൊക്കെ പഠിച്ചതാണ്. അതിന്റെ കൃത്യമായ വാല്യൂസ് തന്നെ ഇട്ടുകൊടുക്കുക. അതേപോലെ ഇവാലുവേറ്റ് കോസ് 0 പ്ലസ് സൈൻ 90. കോസ് 0 എത്രയാണ്? കോസ് 0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സൈൻ 90 എന്ന് പറയുന്നതും 1 ആണ് അല്ലെ? അപ്പൊ 1 + 1 എന്ന് പറയുന്നത് 2. 1 + 1 എന്ന് പറയുന്നത് 2. അപ്പൊ ഇത്രയും പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കൂ, ഇതിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ബേസിക് ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെ? ആംഗിൾസിന്റെ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ
റെസിപ്രോക്കൽ തിയറംസ് നമ്മൾ യൂസ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് നമ്മൾ യൂസ് ചെയ്തു, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്താണ്, ട്രിഗ്നോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ട്രിഗ്നോമെട്രിയുടെ ക്ലാസ് കാണുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് പാർട്ട് തൊട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഒരു ഫ്ലോയിൽ ആ ഒരു ഓർഡറിലെല്ലാം നമുക്ക് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.